വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ട്രാവൽ വിത്ത് നീതു. അപ്പോൾ എല്ലാ തവണ പോലെ തന്നെ ഒരു അടിപൊളി പ്ലേസാണ് നമ്മൾ ഇത്തവണ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എ റോസ എന്ന് പറഞ്ഞൊരു 5-സ്റ്റാർ റിസോർട്ടിലാണ്. അപ്പോൾ എന്താ എവിടെയെന്നല്ലേ, അപ്പോൾ ഇതിൻ്റെ ഒരു പേഴ്സണൽ ട്രിപ്പ് അല്ല കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കമ്പനിയുടെ ഹെഗ് ഫെസ്റ്റ് നടക്കുകയാണ് ഈ ഒരു 1 വീക്ക്. അപ്പോൾ മൺഡേ ടു ഫ്രൈഡേ 5 ദിവസം ഞങ്ങൾ കമ്പനിയിലുള്ള എല്ലാ എംപ്ലോയീസും ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഹെഗ് ഫെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കമ്പനിയുടെ ആനുവൽ പാർട്ടിയാണ് കേട്ടോ. അപ്പോൾ ശരിക്കും ഈ ഒരു റിസോർട്ടിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ വർഷവും ഇതുപോലെ ഏതെങ്കിലും ഒരു പ്ലേസിലോട്ട് പോയി എംപ്ലോയീസ് എല്ലാവരും ഒരുമിച്ചാണ് ഒരു 1 വീക്ക് ഇതുപോലെ കുറേ ആക്ടിവിറ്റീസ് ഇവൻറ്റ്സ് ഒക്കെ ആയിട്ടാണ് ഞങ്ങളുടെ ഹെഗ് ഫെസ്റ്റ് നടക്കുക. അപ്പോൾ ഈ ഒരു റൂമിലേക്കാണ് ഞാൻ കയറാൻ പോകുന്നത് കേട്ടോ. ഇവിടെയാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ എംപ്ലോയീസിനും ഇതുപോലെ ഓരോ റൂംസ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു അടിപൊളി ലക്ഷറിയസ് റൂം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. നല്ല ഒരു അടിപൊളി ബാൽക്കണി ഇതുണ്ട്, അതാണ് ഈ ഒരു റൂമിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ ഇത് ശരിക്കും ഒരു ഹിൽ സ്റ്റേഷൻ റിസോർട്ടാണ് കേട്ടോ. അപ്പോൾ ശരിക്കും നമ്മൾ കിഡ്സ്പുല്ല് ടൗണിൽ വന്നിട്ട് കുറച്ച് ഉള്ളിലേക്ക് വരുമ്പോഴുള്ള ഒരു ഏരിയ ആണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ 6th ഫ്ലോറിലാണുള്ളത്. എന്നാലും ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ആ ഒരു ടോപ്പ് ഏരിയ കാണാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ ഇതിങ്ങനെ കുത്തനെ മേളിലേക്കുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിസോർട്ടാണ് ഇവരിവിടെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ എൻ്റെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ഇതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അത് അടിപൊളി ഒരു വലിയൊരു സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് നമുക്കിവിടെ കിട്ടുക. പിന്നെ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാഷ്റൂമും കൂടി നമുക്ക് ഒരു റൂമിൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ശരിക്കും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാഷ് ഏരിയ, അതുപോലെ തന്നെ അതിനോട് ചേർന്നിട്ട് ഒരു ബാത്ത് ഏരിയയൊക്കെ ആയിട്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാഷ്റൂം തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഈ ഒരു എ റോസ റിസോർട്ടിൻ്റെ ഫ്രണ്ട് ഏരിയയിലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇതാണ് എൻട്രൻസ് എന്ന്. ഇതല്ല എൻട്രൻസ്. നമ്മളിപ്പോൾ ഉള്ളത് ഫസ്റ്റ് ഫ്ലോറിലാണ്. ഇപ്പോൾ താഴെ കാണുന്ന ആ ഒരു ഫൗണ്ടെയിൻ ഏരിയയും അതിന് ചുറ്റും ചെറിയൊരു റോഡ് ഏരിയയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയാണ് ശരിക്കും റിസപ്ഷൻ ഉള്ളത് കേട്ടോ. അപ്പോൾ വെഹിക്കിളൊക്കെ വരുമ്പോൾ ഇതിൻ്റെ താഴത്തുള്ള ഫ്ലോർ അതിലൂടെയാണ് ശരിക്കും വരിക. അതിനുശേഷം അവിടെയാണ് റിസപ്ഷൻ ഉള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് പുറത്ത് വരുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ഫസ്റ്റ് ഫ്ലോറിൻ്റെ ആ ഒരു മെയിൻ എൻട്രൻസ് കഴിഞ്ഞ് ഇങ്ങ് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സൈഡിലേക്കാണ് പോകാൻ പറ്റുക കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ലെയേഴ്സ് ആയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ പ്ലോട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഉള്ളത് ഫസ്റ്റ് ഫ്ലോറിലാണ്. എന്നാലും നമുക്ക് 2 സൈഡിലും ഇതുപോലെ ലോൺ ഏരിയ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ സൈഡിലൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ സമ്മർ സീസണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ഈ ഒരു ചെയർസൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. പക്ഷേ ഇപ്പോൾ പൂള് ഓപ്പൺ ചെയ്തിട്ടുള്ളൊരു ടൈം അല്ല. അതുകൊണ്ടാണ് എനിക്കിങ്ങനെ വീഡിയോ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയത്. അതല്ലാന്നുണ്ടെങ്കിൽ ആളുകളുള്ളപ്പോൾ നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ പുറത്തുനിന്ന് കാണാൻ പറ്റുന്ന ആ ഒരു ഔട്ട്ഡോർ പൂൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് തന്നെ വലിയൊരു ഡോർ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഒരു ഇൻഡോർ പൂള് നമുക്ക് കാണാൻ പറ്റും. അത് രണ്ടും ഇങ്ങനെ കണക്ട് ചെയ്തേക്കുവാണ്. അപ്പോൾ ശരിക്കും നമ്മളിപ്പോൾ ഉള്ളത് ഒരു നമ്മുടെ 2nd ഫ്ലോറിലായിട്ടാണ് ഈ പൂൾ ഏരിയ കാണാൻ പറ്റുക കേട്ടോ. അപ്പോൾ ഇതൊരു ഡബിൾ റൂഫ് ഹൈറ്റിലാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള ഫ്ലോറിലാണ് സോണ ഉള്ളത്. അപ്പോൾ ശരിക്കും മോർണിംഗിലും ഈവനിങ്ങിലും ഒക്കെ ഈ ഒരു പൂൾ ഓപ്പൺ ആണ് കേട്ടോ. അപ്പോൾ ഞാനൊരു ആഫ്റ്റർനൂൺ ടൈമിൽ വന്നിട്ടാണ് വീഡിയോ എടുത്തത്. അപ്പോൾ ശരിക്കും ഇവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഇതൊരു 5-സ്റ്റാർ റിസോർട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്കിതുപോലെ തന്നെ പൂൾ ഫെസിലിറ്റി, അതുപോലെ തന്നെ സോണ, മസാജ്, സ്പാ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും ഇവിടെ ആൾക്കാർ വരുന്നത് ഒരു ലക്ഷറി റിസോർട്ട് സ്റ്റേ എന്നുള്ള രീതിയിലാണ്. ഇതിൻ്റെ സൈഡിൽ ഇതുപോലത്തെ കുറേ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല തിരക്കായിരിക്കും. ഞങ്ങളുടെ കൊളീഗ്സ് എല്ലാവരും നമ്മൾ ഈ കാണുന്ന ഈ ഒരു പൂളും സ്പായും ഒക്കെ നമ്മൾ നന്നായിട്ട് യൂസ് ചെയ്തിരുന്നു. അതിനുള്ള മറ്റൊരു റീസൺ എന്ന് പറയുന്നത് ഇവിടുത്തെ നമ്മുടെ സ്റ്റേയിൽ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് പേയ്മെൻ്റ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ സ്റ്റേ ചെയ്യുന്ന ആളുകൾക്ക് ഇവിടുത്തെ ഈ ഒരു കംപ്ലീറ്റ് ഫെസിലിറ്റീസ് എല്ലാം ഫ്രീ ആണ്. അപ്പോൾ നമ്മളിവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സ്റ്റെപ്പ് എടുത്ത് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ടെറസ് ഏരിയയിൽ എത്താൻ പറ്റും കേട്ടോ. അപ്പോൾ ആ കാണുന്നതാണ് പൂള്. അതിൻ്റെ തൊട്ട് മുകളിൽ കാണുന്നതാണ് സോണയുടെ ഏരിയ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സൈഡിലത്തെ സ്റ്റെപ്പ് എടുത്ത് മുകളിലേക്ക് വരുന്നത് 4th ഫ്ലോറിൻ്റെ ഈ ഒരു റൂഫ് ഏരിയയിലേക്കാണ്. അപ്പോൾ ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ അടിപൊളി വ്യൂ പോയിൻറ്റ്സ് കവർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ശരിക്കും ഇവിടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മൗണ്ടെയിൻ്റെ ഒക്കെ നല്ല ഭംഗിയുള്ള കുറേ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ശരിക്കും ഈ ഒരു 4th ഫ്ലോറിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയുടെ തന്നെ ഒരു അടിപൊളി 360 ഡിഗ്രി വ്യൂ കവർ ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 4th ഫ്ലോർ വരെയാണ് ഇങ്ങനെ ഒരു നമുക്ക് ശരിക്കും സ്റ്റേയേഴ്സ് എടുത്ത് വരാൻ പറ്റും. അപ്പോൾ 4th ഫ്ലോറിൻ്റെ ആ ഒരു റൂഫ് ഏരിയ നമുക്ക് കാണാൻ പറ്റുക. 5th ഫ്ലോറും 6th ഫ്ലോറും സൈഡിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒന്നുപോലെ നമ്മൾ ലിഫ്റ്റ്സ് എടുത്ത് ഡയറക്റ്റായിട്ട് 6th ഫ്ലോറിലേക്ക് പോകണം. അതല്ലാന്നുണ്ടെങ്കിൽ 4th ഫ്ലോർ വരെ സ്റ്റെപ്പ് എടുത്ത് വന്നിട്ട് നമ്മൾ സൈഡിലുള്ള പാസേജ് വഴിയാണ് നമ്മൾ അകത്തേക്ക് പോകാട്ടോ. അപ്പോൾ ഇത്ര സമയം നമ്മൾ പുറത്തുനിന്നുള്ള ഈ കാഴ്ചകളൊക്കെ അല്ലേ കണ്ടത്. അപ്പോൾ ഇനി ഈ ഒരു പാസേജ് വഴി അകത്തേക്ക് കയറിയിട്ട് നമുക്ക് അകത്തുള്ള കാഴ്ചകളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ശരിക്കും നമ്മളിങ്ങനെ പോകുമ്പോഴും നമുക്ക് 2 സൈഡിലും ഇതുപോലത്തെ കുറേ ഗ്ലാസ് ഉള്ള കുറേ വിൻഡോസൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ശരിക്കും നമുക്ക് പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയ ഒരു ഏരിയ തന്നെയാണത്. അത് കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് പോയതിന് ശേഷം നമ്മൾ നേരെ ചെല്ലുന്നത് 4th ഫ്ലോറിൽ
ഫ്ലോറിലേക്കാണ് കേട്ടോ. അപ്പോൾ ശരിക്കും ഈ ഒരു ഏരിയയിൽ 3rd ഫ്ലോറും 4th ഫ്ലോറും ഇങ്ങനെ ഒരു ഡബിൾ ഹൈറ്റിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ശരിക്കും ഇത് ബാർ ഏരിയ എന്ന് പറയും. ഇതിൻ്റെ സെൻറ്ററിലായിട്ടൊരു ബാർ ഏരിയ ഉണ്ട്. ഇതിന് ചുറ്റും ഒരുപാട് ചെയർസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ 1-to-1 മീറ്റിങ്സും കുറേ ആക്ടിവിറ്റീസൊക്കെ നടന്നത് ഈ ഒരു ഏരിയയിലാണ് കേട്ടോ. കാരണം നമുക്ക് ഇതുപോലത്തെ ഒരുപാട് ചെയർസ് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് പല സൈഡിലായിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു 4th ഫ്ലോറിൻ്റെ ആ ഒരു ടോപ്പ് ഏരിയ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇതൊരു ഡബിൾ ഫ്ലോർ ഹൈറ്റിലാണ് ചെയ്തേക്കുന്നതെന്ന്. അപ്പോൾ ശരിക്കും താഴെ നിന്ന് നോക്കുമ്പോഴും മുകളിൽ ഈ കാണുന്ന ഈ ഒരു വുഡൻ വർക്ക് എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് സൈഡിൽ നിന്ന് ഈ വിൻഡോസിലൂടെ നോക്കിയാൽ പുറത്തുനിന്നുള്ള വ്യൂവും കിട്ടും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻറ്റീരിയേഴ്സാണ് ഇവർ ഈ ഒരു റിസോർട്ടിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ഒരു 5 സ്റ്റാർ റിസോർട്ടിൻ്റെ എല്ലാ ക്വാളിറ്റീസും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഇവർ ഇതിൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസസ് തന്നെയാണ് എല്ലായിടത്തും. അപ്പോൾ നമുക്ക് ഈ ലിഫ്റ്റ് എടുത്തിട്ട് താഴെ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. അപ്പോൾ ശരിക്കും നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് ഈ ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ശരിക്കും ഈ ഒരു വാട്ടർ ബോഡിയൊക്കെ ഉള്ള ഒരു ഏരിയ ആണ്. ഇതിൻ്റെ സൈഡിൽ കാണുന്നത് ഒരു റോഡാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ശരിക്കും റിസപ്ഷനിലേക്ക് പോകുന്നത് മെയിൻ എൻട്രൻസ് അങ്ങ് അറ്റത്താണ്. അപ്പോൾ അവിടെ നിന്ന് വെഹിക്കിൾസൊക്കെ റിസപ്ഷനിലേക്ക് പോകുന്നത് ഈ ഒരു പാസേജ് ഏരിയയിലൂടെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് ഫ്ലോർ ഏരിയയിൽ നിന്ന് താഴേക്ക് വന്നിക്കാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ റിസോർട്ടിൻ്റെ ലോങ് വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലൂടെ റോഡിലൂടെയാണ് നമ്മൾ റിസോർട്ടിൻ്റെ ആ റിസപ്ഷനിലേക്ക് എത്തുക. അപ്പോൾ ഇത് മൊത്തം റിസോർട്ടിൻ്റെ തന്നെ പ്രോപ്പർട്ടിയാണ് കേട്ടോ. അപ്പോൾ ശരിക്കും നമുക്ക് ഇവിടെ നടക്കാനും ഈ ഒരു വാട്ടർ ബോഡിയുടെ സൈഡിലൊക്കെ നമുക്ക് കുറച്ച് സമയം ഇരിക്കാനൊക്കെ ഭയങ്കര രസമാണ്. അപ്പോൾ ആ ഒരു മൗണ്ടെയിൻസ് ഫുള്ള് ഫോഗ് മൂടി കിടക്കുകയാണ് കേട്ടോ. ഉച്ച സമയത്തും രാവിലെയും വൈകുന്നേരവും ഒക്കെ എപ്പോൾ നോക്കിയാലും നമുക്ക് ഫോഗ് കാണാം. അപ്പോൾ എൻ്റെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ രാവിലെ തന്നെ ഞാൻ എൻ്റെ ബാൽക്കണി കൂടെ നോക്കിയാൽ കാണുന്നത് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിവ്യൂ ആണ് കേട്ടോ. അപ്പോൾ ശരിക്കും ഞങ്ങളുടെ കമ്പനി ഹെഗ് ഫെസ്റ്റിന് സെലക്ട് ചെയ്തൊരു അടിപൊളി പ്ലേസ് തന്നെയാണ്. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് നല്ലൊരു പ്ലേസ് തന്നെയായിരുന്നു. കൊറേഷ്യയിൽ നല്ലൊരു റിസോർട്ട് തന്നെയായിരുന്നു കഴിഞ്ഞ തവണ ചൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത്തവണ കുറേ കൂടി നേച്ചർ ബ്യൂട്ടിയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു പ്ലേസാണ് ചൂസ് ചെയ്തത്. അപ്പോൾ ഇനി നമുക്ക് അകത്തുള്ള കുറച്ച് കാഴ്ചകൾ കാണാം കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഇൻറ്റീരിയേഴ്സാണ് വൺ ഓഫ് ദ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ മെയിൻ എൻട്രൻസിലൂടെ കയറി വരുമ്പോൾ തന്നെ ഒരു ശരിക്കും ഒരു പാലസ് ലുക്ക് കിട്ടുന്ന ഒരു ലുക്ക് ആൻഡ് ഫീലാണ് ശരിക്കും ഈ ഒരു എൻട്രൻസ് ഏരിയയ്ക്ക് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ടാണ് ഞങ്ങളുടെ കോൺഫറൻസ് റൂമൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ കൂടുതലും ഇവൻറ്റ്സൊക്കെ നടന്നത് കോൺഫറൻസ് റൂം ഹാളിലൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുക കയറി വരുമ്പോൾ തന്നെ ഇതുപോലത്തെ വലിയൊരു സ്റ്റേഴ്സാണ് കേട്ടോ. അപ്പോൾ 2 സൈഡിലും ഇതുപോലെ തന്നെ ലിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ സ്റ്റേഴ്സ് എടുത്ത് പോകുമ്പോൾ ശരിക്കും ഒരു പാലസിൻ്റെ ഒരു ഫീലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതുപോലെ തന്നെ ഇത് നമ്മുടെ ആ ഒരു ബാർ ഏരിയയിലുള്ള നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഇൻറ്റീരിയർ ആണ് കേട്ടോ. അപ്പോൾ രാത്രി സമയം കാണുമ്പോൾ ഇതിൻ്റെ ഒരു ലുക്ക് ആൻഡ് ഫീൽ എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഭയങ്കര അടിപൊളി ലൈറ്റ്സ് ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പകൽ സമയത്ത് കാണുമ്പോൾ കുറേ കൂടി ഒരു സെറ്റിലായിട്ടുള്ള ലുക്കാണ്. പക്ഷേ രാത്രി ശരിക്കും ഈ ഒരു വുഡ് വർക്കും ഇവിടുത്തെ ഈ ഒരു ഇൻറ്റീരിയേഴ്സും ഇവിടുത്തെ ലൈറ്റും ഒക്കെ ഭയങ്കര രസമാണ്. പിന്നെ ഇതാണ് ഇപ്പോഴത്തെ സൈഡിലുള്ള ആ ഒരു ബാർ ഏരിയ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറേ ചെയേഴ്സ് ഉണ്ട് നമുക്ക് ഈവനിങ് ടൈമിലൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ 5 ഡേയ്സ് ഇവിടെ തന്നെ സ്റ്റേ ചെയ്തുകൊണ്ട് നമുക്ക് ഇതുപോലെ പല പല ഏരിയാസിൽ നമുക്ക് ഇരിക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടത് ആ ഒരു 3rd ഫ്ലോറിൻ്റെ അവിടെയായിട്ടുള്ള ഒരു ബാർ ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ശരിക്കും അതൊരു ഓപ്പൺ ഏരിയ ആണ്. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് കേട്ടോ. അപ്പോൾ ഈ റിസോർട്ടിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ശരിക്കും അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടാൽ തന്നെ മനസ്സിലാകും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് കേട്ടോ. അപ്പോൾ ശരിക്കും വിൻ്റർ സമയത്തൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു സ്കീയിങ് റിസോർട്ട് കൂടിയാണ്. അപ്പോൾ നല്ല തണുപ്പുള്ള സമയമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊക്കെ പറ്റുന്ന രീതിയിൽ നല്ല കുറേ ചെയേഴ്സും അതുപോലെ ക്യാമ്പ് ഫയറൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ഇവർ സെറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ റിസോർട്ടിന് തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ വ്യൂസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും നമുക്ക് ആ ഒരു താഴെ കാണുന്ന ആ ഒരു വാട്ടർ ബോഡിയും അതുപോലെ തന്നെ ആ ഒരു എൻട്രൻസ് ഏരിയയും അതുപോലെ തന്നെ ആ ബാക്ക് സൈഡിലുള്ള ആ ഒരു 5th 6th ഫ്ലോറിൻ്റെയൊക്കെ നല്ല ആ ഒരു ഏരിയയൊക്കെ നന്നായിട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ ശരിക്കും ഈ ഒരു റിസോർട്ടിൻ്റെ തന്നെ മെയിൻ വ്യൂ പോയിൻ്റ് എന്ന് പറയാം കേട്ടോ. അതുമാത്രമല്ല ഇവിടെ കാണുന്ന ഈ ഒരു ബ്യൂട്ടിഫുൾ മൗണ്ടെയിൻസ്. അപ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ ദൂരെയുള്ള ചില ആ ഒരു മൗണ്ടെയിൻസൊക്കെ നോക്കി ഇപ്പോഴും നമുക്ക് സ്നോ കാണാൻ പറ്റും. അപ്പോൾ ശരിക്കും ഈ ഒരു സമ്മർ സമയത്ത് അല്ല ഒരു ഓട്ടം സ്റ്റാർട്ടിംഗ് എന്നൊക്കെ പറയാം, ആ ഒരു സമയത്ത് വന്നാലും നമുക്ക് സ്നോ കാണാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും ഇതൊരു ഹിൽ സ്റ്റേഷൻ തന്നെയാണ്. അപ്പോൾ ഈ ഒരു റിസോർട്ടിൽ സ്റ്റേ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസസ് രാവിലെ ഉണർന്ന് കഴിയുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 5 ദിവസം ഇവിടെ താമസിച്ചപ്പോഴും എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ ശരിക്കും നമ്മുടെ ബാൽക്കണി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബ്യൂട്ടിഫുൾ മൗണ്ടെയിൻസാണ് നമുക്ക് കാണാൻ പറ്റുക. ഇനി പറയുകയാണെങ്കിൽ ഓസ്ട്രിയയിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസസിലൊന്നാണ് കിഡ്സ്പുൾ കേട്ടോ. അപ്പോൾ ഈ സാൾസ്ബർഗ്, ഇൻസ്ബർഗ് ഇങ്ങനെയുള്ള പ്ലേസസിൻ്റെയൊക്കെ അടുത്താണിത്. അപ്പോൾ ശരിക്കും ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതുപോലത്തെ
ഇവിടുത്തെ ആൽപ്സ് മൗണ്ടെയ്ൻസ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് റിസോർട്ട്സൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ മെയിനായിട്ട് ആൾക്കാർ വരുന്നത് റിസോർട്ട് സ്റ്റേ, അതുപോലെ തന്നെ വിൻ്റർ സമയത്താണെന്നുണ്ടെങ്കിൽ സ്കീയിങ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് തന്നെയാണത്. അപ്പോൾ ശരിക്കും ഞങ്ങളുടെ ഹെഡ് ഓഫീസ് ഉള്ളത് ഓസ്ട്രിയയിലെ വിയാനയിലാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് ഏകദേശം ഒരു 400 കിലോമീറ്ററൊക്കെ ഇങ്ങോട്ടേക്ക് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു 6 hours ജേർണി എടുത്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ശരിക്കും ബെർലിനിൽ നിന്ന് വിയാനയിലേക്ക് ഫ്ലൈറ്റ് എടുത്ത് വന്നിട്ട് അതിനുശേഷം എൻ്റെ ടീമിൻ്റെ കൂടെ മൺഡേ ജോയിൻ ചെയ്യാമായിരുന്നു. അപ്പോൾ മൺഡേ ഈവനിങ് ആണ് ഞങ്ങളിവിടെ ചെക്ക് ഇൻ ചെയ്തത്. അതുപോലെ തന്നെ ഫ്രൈഡേ ആഫ്റ്റർനൂൺ ഇവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ മെയിനായിട്ട് 5 ദിവസമാണ് ഞങ്ങളുടെ ഹെഗ് ഫെസ്റ്റ് നടക്കുക. അപ്പോൾ ശരിക്കും കമ്പനി നമുക്ക് ഇങ്ങനെ ഒരു ഫെസിലിറ്റി തരുന്നതുകൊണ്ടാണ് നമുക്കിതെല്ലാം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞങ്ങളുടെ പല സിറ്റീസിലായിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസും ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാ തവണത്തെ പോലെ തന്നെ ഒരു അടിപൊളി ഹെഗ് ഫെസ്റ്റ് തന്നെയായിരുന്നു ഇത്തവണയും. അപ്പോൾ ഞാൻ ഏകദേശം ഞങ്ങളുടെ ഹെഗ് ഫെസ്റ്റിൻ്റെ ഒരു 3rd day ആഫ്റ്റർനൂൺ സമയത്താണ് വീഡിയോസൊക്കെ എടുത്തത് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും മഴ, ഇപ്പോൾ ഈ ഒരു സമയത്ത് എപ്പോഴും മഴയുള്ള സമയമാണ്. അപ്പോൾ എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും ചെറുതായിട്ട് ഇങ്ങനെ മഴ പൊടിയുന്നുണ്ടാവും. അപ്പോൾ ആ സമയത്തൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ അത്യാവശ്യം തണുപ്പുണ്ട് പുറത്ത്, പ്രത്യേകിച്ച് ഇതൊരു ഹിൽ സ്റ്റേഷൻ ഏരിയയൊക്കെ ആയതുകൊണ്ട് തണുപ്പ് തുടങ്ങുന്ന ഒരു സമയം ആവുന്നേ ഉള്ളൂ. പക്ഷേ അത്യാവശ്യം നല്ല തണുപ്പ് തന്നെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും പുറത്ത് വന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ലായിരുന്നു. എന്നാലും ഈ ഒരു റിസോർട്ടിൻ്റെയൊക്കെ മാക്സിമം എല്ലാ ഏരിയാസും വീഡിയോസ് എടുത്ത് കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രീ ടൈമിലൊക്കെ കൂടുതൽ സമയം ഞാൻ ഇവിടെ വന്നിങ്ങനെ ഇരിക്കാറുണ്ടോ പതിവ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു ഹാങ്ങിങ് സ്വിങ് ഉണ്ട്. അപ്പോൾ ഇവിടെ വന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ്. പിന്നെ ശരിക്കും നമുക്ക് ഇവിടെ ഇതുപോലത്തെ ഒരു ക്യാമ്പ് ഫയറൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ കാണാൻ പറ്റൂട്ടോ. പക്ഷേ ഇതൊന്നും ലൈറ്റിങ് ചെയ്ത് നമ്മൾ കണ്ടിരുന്നില്ല. കാരണം ഞങ്ങളുടെ ഈവൻറ്റ് നടക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ എല്ലാ എംപ്ലോയീസ് ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു ബിലോ 200 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങളുടെ ഒഫീഷ്യൽ ഇവൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡേ ടൈമിൽ മീറ്റിങ്സ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് ഇവൻറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് ആക്ടിവിറ്റീസൊക്കെ പുറത്തായിരുന്നു, ഹൈക്കിങ്, സൈക്ലിങ്, അങ്ങനത്തെ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടൊരു ഡേ ഉണ്ടായിരുന്നു. പിന്നെ അത്ര ഒരു വിൻ്റർ ഒന്നും ആയിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടാവുക വേണ്ടിയിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു റിസോർട്ടിൻ്റെ ഇപ്പോഴത്തെ സൈഡ് കേട്ടോ. അപ്പോൾ ശരിക്കും ഓട്ടം സീസണൊക്കെ തുടങ്ങുന്ന സമയമായതുകൊണ്ട് തന്നെ ഇവിടെ കുറേ കളർഫുള്ളായിട്ടുള്ള ലീവ്സൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് സീസണാണ് ഓട്ടം സീസൺ. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇതുപോലെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സീനറീസ് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കുറേ ആ ഒരു ലീവ്സൊക്കെ കാണാൻ പറ്റുമല്ലോ, റെഡ് കളറിലുള്ള ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കുറേ ലീവ്സൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ഒരു 1 month കൂടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ഈ ഒരു കളർ, ഈ ഒരു ഗ്രീൻ കളർ കംപ്ലീറ്റ് ആയിട്ട് മാറി തുടങ്ങും. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ ഇവർ ഗാർഡനിങ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ഗാർഡൻസ് കാണാൻ പറ്റും, നല്ല അടിപൊളി കളർഫുള്ളായിട്ടുള്ള ഫ്ലവേഴ്സും നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ശരിക്കും ഈ ഒരു പ്ലേസിൻ്റെ ഒരു ബ്യൂട്ടി നമുക്ക് ശരിക്കും എൻഹാൻസ് ചെയ്യുന്ന പോലെ തോന്നുന്നത് ഇവിടുത്തെ ഈ ഒരു ഇൻറ്റീരിയറും കാര്യങ്ങളും, ഇവിടുത്തെ ഈ ഒരു ഗാർഡനും, ഇവിടുത്തെ ഈ മൊത്തത്തിലുള്ള ഒരു ഭംഗിയാണ്. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു റിസോർട്ടിൻ്റെ ഇൻസൈഡ് ഏരിയ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ 3rd floor കണ്ടിരുന്നു, അതുപോലെ തന്നെ 1st ഫ്ലോറിൻ്റെ ആ ഒരു എൻട്രൻസ് ഏരിയ കണ്ടിരുന്നു അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ 3rd ഫ്ലോറിൽ നിന്ന് 1st ഫ്ലോറിലേക്ക് പോകുന്ന ആ ഒരു സ്റ്റേഴ്സാണ് കാണാൻ പറ്റുക. അപ്പോൾ ശരിക്കും ഒരു പാലസിനെയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സ്റ്റേഴ്സാണ് നമുക്ക് കാണാൻ പറ്റുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ റെസ്റ്റോറൻറ്റ് ഏരിയയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ വലിയ ഒരു റെസ്റ്റോറൻറ്റ്, ഒരു ഓപ്പൺ ഏരിയ കൂടെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ് ഏരിയ നമുക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് ആ ഒരു സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു 1st ഫ്ലോർ ഏരിയയിലേക്ക്, നേരത്തെ നമ്മൾ കണ്ടത് ഈ ഒരു സ്റ്റേഴ്സ് ആയിരുന്നു 1st ഫ്ലോർ ഏരിയയിൽ നിന്ന് അപ്പുറത്തെ സൈഡിൽ നിന്ന് കണ്ടത്. അപ്പോൾ ഈ ഒരു ഏരിയയിലേക്കാണ് നമ്മൾ വരിക. ഇതിൻ്റെ സൈഡിലാണ് കോൺഫറൻസ് റൂമൊക്കെ ഉള്ളത്. അപ്പോൾ പിന്നെ പറയാനുള്ളത് ഫുഡിനെ പറ്റിയാണ് കേട്ടോ. അപ്പോൾ ശരിക്കും ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എല്ലാം ഞങ്ങളുടെ സ്റ്റേയിൽ ഓൾറെഡി ഇൻക്ലൂഡഡ് ആയിരുന്നു. അപ്പോൾ അതെല്ലാം കമ്പനി തന്നെയാണ് ടേക്ക് കെയർ ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡിൻ്റെ കാര്യത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഒരു 5 star റിസോർട്ട് ആയതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വിസീൻസ് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഡിഷസ് ഉണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിൽ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഫുഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടേഴ്സ്, അതുപോലെ തന്നെ മെയിൻ കോഴ്സ്, ഡെസേർട്ട്സ്, സൂപ്സ്, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. ഒരു വലിയൊരു ഓപ്പൺ കിച്ചൺ ഏരിയ തന്നെ ഇവർക്കുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ ഫുഡ്, അതുപോലെ തന്നെ ഒരുപാട് സ്റ്റീക്സ്, ബേക്ക്ഡ് ഫുഡ്, ഗ്രിൽ ഫുഡ്, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫുഡ് തന്നെ ട്രൈ ചെയ്യാൻ പറ്റി. അപ്പോൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് എന്തായിരുന്നാലും വീഡിയോ എടുക്കൽ നടക്കത്തില്ല. ഞങ്ങൾ ടീമൊക്കെ ആയിട്ടിരുന്ന് കൊലീഗ്സൊക്കെ കൂടി ഇരുന്നിട്ടൊക്കെയാണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്, അതാണ് ഇവിടെ ഷെയർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഫുഡൊക്കെ കഴിച്ചിരിക്കുന്ന ആവശ്യതയായി തന്നെ പറയാം.
അപ്പോൾ ശരിക്കും എന്നും രാവിലെ എണീറ്റ് കഴിയുമ്പോൾ തന്നെ ഞാൻ ഈ ഒരു ബാൽക്കണി ഓപ്പൺ ചെയ്ത് കുറച്ച് സമയം ഇവിടെ നിൽക്കുമായിരിക്കും കേട്ടോ. കാരണം എന്താ വെച്ചാൽ രാവിലെ സമയത്ത് നല്ല അടിപൊളിയായിട്ട് ആ ഒരു മഞ്ഞ് മൂടി കിടക്കുന്ന മല കാണാൻ പറ്റും, നല്ല ഫോഗായിരിക്കും. അതുമാത്രമല്ല കിളികളുടെയൊക്കെ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ശരിക്കും നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മൾ രാവിലെ കുറച്ച് സമയം ഈ ഒരു ബാൽക്കണിയിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ കിട്ടുക. അപ്പോൾ എൻ്റെ ഇവിടുത്തെ ഈ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഇവിടുത്തെ ഈ ഒരു ബ്യൂട്ടിഫുൾ സീനറീസൊക്കെ കണ്ടിട്ട് ഈ ഒരു പോസിറ്റീവ് വൈബൊക്കെ കിട്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ശരിക്കും ഞങ്ങളുടെ ഹൈക്ക് ഫെസ്റ്റിൻ്റെ 3rd ഡേയിൽ പ്ലാൻ ചെയ്തേക്കുന്നത് കുറച്ച് ആക്ടിവിറ്റീസ് ആയിരുന്നു. അപ്പോൾ ഹൈക്കിങ് താല്പര്യമുള്ളവർക്ക് അത് ചെയ്യാം, അതുപോലെ സൈക്ലിംഗ് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അത് ചെയ്യാം. അപ്പോൾ ഞാൻ ചൂസ് ചെയ്തത് ഫാം വിസിറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിവിടെ അടുത്തുള്ള ഒരു ഫാമിലേക്കാണ് പോകുന്നത്, ഒരു 5 കിലോമീറ്റേഴ്സ് ഉള്ളിൽ തന്നെ നമ്മുടെ റിസോർട്ടിൻ്റെ അടുത്തുനിന്ന്. അപ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ് ഇങ്ങനെ ഫാം വിസിറ്റ്, വൈൻയാർഡ് വിസിറ്റ് ചെയ്യാനൊക്കെ പോകാമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓസ്ട്രിയ, സ്വിറ്റ്സർലൻഡൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലത്തെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ എപ്പോഴും തിരക്ക് പിടിച്ചുള്ള യാത്രകളൊക്കെ ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് സമയമൊന്നും ഫാം വിസിറ്റിനൊന്നും സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് ഈ ഒരു മൗണ്ടെയിൻ്റെ ഒക്കെ ഒരു ക്ലോസപ്പ് വ്യൂ കിട്ടും കേട്ടോ. അപ്പോൾ ശരിക്കും ഈ ഒരു റിസോർട്ടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു ഫാം ഉള്ളത്. അപ്പോൾ അവിടേക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റുക. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി നമ്മുടെ ഫാമിൻ്റെ ഏരിയയിൽ എത്തിയിട്ടോ. അപ്പോൾ മെയിനായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് എന്താ വെച്ചാൽ കുറേ പശുക്കളുള്ള ഒരു ഫാമാണ്. അതുപോലെ തന്നെ കുറേ ഫ്രൂട്ട് ട്രീസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ശരിക്കും ഫ്രൂട്ട് ഷാപ്സും അതുപോലെ തന്നെ ഇവിടെ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ മിൽക്ക് വെച്ചിട്ടുള്ള ചീസ് ഐറ്റംസ് അതൊക്കെയാണ് മെയിനായിട്ട് ഇവരിവിടെ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ സീനറി ഉള്ള ഒരു അടിപൊളി ഫാം ഏരിയ എന്ന് തന്നെ പറയാം നമുക്ക്. അപ്പോൾ ഇതുപോലെ ഒരുപാട് ആപ്പിൾ ട്രീസ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഗ്രീൻ ആപ്പിൾ, റെഡ് ആപ്പിൾ, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഓഫ് ആപ്പിൾസ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ശരിക്കും ഈ ആപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഫ്രഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളപ്പോൾ ഇതാ മരത്തിൽ നിന്ന് ഇങ്ങനെ പ്ലഗ് ചെയ്തെടുക്കുന്നത്. അതുപോലെ ഭയങ്കര സ്വീറ്റായിട്ടുള്ള ഒരു ആപ്പിളാണ്. അപ്പോൾ എനിക്ക് സാധാരണ ഇങ്ങനെ ആപ്പിൾ മരങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ ഓരോ ആപ്പിളൊക്കെ പറിച്ച് തിന്നാറുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്ത് തിന്നതിൽ ഏറ്റവും നല്ല ഫ്രഷ് ആയിട്ടുള്ളതും അതുപോലെ ഏറ്റവും സ്വീറ്റ് ആയിട്ടുള്ള ഒരു ആപ്പിളായിരുന്നു ഞാനിവിടെ കഴിച്ചത്. അപ്പോൾ അതുപോലത്തെ നമ്മൾ ഫാം വിസിറ്റ്, അതുപോലെ വൈൻയാർഡ് വിസിറ്റിനൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് വളരെ പ്യുവറായിട്ടുള്ള ഏറ്റവും നല്ല സാധനങ്ങളായിരിക്കും നമുക്ക് കഴിക്കാൻ കിട്ടുക. അതുപോലെ തന്നെ ഈ ഫ്രൂട്ട്സ് വെച്ച് ഉണ്ടാക്കിയ ജർമ്മൻ ഫ്രൂട്ട് ഷാപ്സും നമുക്ക് കഴിക്കാൻ ഇവർ തന്നിരുന്നു. അപ്പോൾ ഞാൻ ഫ്രൂട്ട് ഷാപ്സിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അത് ഉണ്ടാക്കുന്ന ആ ഒരു എക്യുപ്മെൻറ്റ്സ് ആണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ശരിക്കും അവർ അതിൻ്റെ ആ ഒരു ഫെർമെൻറ്റേഷൻ പ്രോസസ്സും എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരുന്നു. പിന്നെ ഇവർക്കും ഇവിടെ മെയിനായിട്ടുള്ളത് ഈ ഒരു പശുക്കളുടെ ഫാമാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്നാണ് അവർ പാൽ ഉൽപ്പാദിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അവർക്ക് തന്നെ ഈ ചീസ് ഉണ്ടാക്കുന്ന ഒരു മെഷീനറി സെറ്റപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല ചീസ് കഴിക്കാനും പറ്റി. അപ്പോൾ ശരിക്കും ഞങ്ങളുടെ ഹൈക്ക് ഫെസ്റ്റിൻ്റെ 4th ഡേയിൽ തേഴ്സ്ഡേ ഞങ്ങൾക്കൊരു വൈൻഡപ്പ് പാർട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് അറേഞ്ച് ചെയ്തിരുന്നത് നമ്മുടെ റിസോർട്ടിൻ്റെ അവിടെ നിന്ന് തന്നെ കുറച്ച് നീങ്ങിയിട്ട് ഒരു 1200 അബവ് സീ ലെവലിലുള്ള ഒരു മൗണ്ടെയിൻ ഏരിയയിലുള്ള ഒരു ഹോട്ടലിലായിരുന്നു കേട്ടോ. റോസീസ് എന്ന് പറഞ്ഞൊരു ഹോട്ടലിലായിരുന്നു ഞങ്ങളുടെ പാർട്ടി അറേഞ്ച് ചെയ്തിരുന്നത്. ഇത് ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു 4 സ്റ്റാർ റെസ്റ്റോറൻറ്റ് കം ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ റോസീസ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ റോസി എന്ന് പറഞ്ഞ ഒരു ഗ്രാൻഡ് മേഡയാണ് ഇവിടുത്തെ ഈ ഒരു ഹോട്ടൽ കേട്ടോ. അവരാണ് ഇതിൻ്റെ ഓണർ. അപ്പോൾ അവരിവിടെ പെർഫോമും ചെയ്യുന്നുണ്ട്. അവരൊരു അടിപൊളി സിംഗറാണ്. ഒരു 19 വയസ്സിന് മേളിലൊക്കെ പ്രായം എന്തായാലും കണ്ടാൽ പറയും. ഇവർ പറയുന്നത് ക്വീൻ ഓഫ് കിഡ്സ്വിൽ എന്നാണ് കേട്ടോ. അപ്പോൾ അത്ര ഫേമസ് ആയിട്ടുള്ളൊരു ലേഡിയാണ്. അപ്പോൾ അവരുടെ ഒരു അടിപൊളി പാട്ടോട് കൂടിയാണ് ഇവിടുത്തെ ഈ ഒരു ഇവൻറ്റ് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കാണുന്നത് ലൈവായിട്ട് അവർ ഫുഡ് നമുക്ക് പ്രിപ്പയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ഫുഡും നമുക്കിവിടെ കഴിക്കാൻ പറ്റിയിട്ടോ. അപ്പോൾ ശരിക്കും ഏർലി മോർണിംഗ് വരെയുള്ള ഒരു അടിപൊളി പാർട്ടി തന്നെയായിരുന്നു. ഒരുപാട് വെറൈറ്റി ഓഫ് ഫുഡ്സ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. അതുപോലെ റോസിയുടെ പാട്ടായിരുന്നു ഇവിടുത്തെ അടുത്ത ഒരു അടിപൊളി കാര്യം.
ഫസ്റ്റിൻ്റെ ഇവൻ്റൊക്കെ കഴിഞ്ഞിട്ട് ഫ്രൈഡേ ആഫ്റ്റർനൂൺ ആയപ്പോൾ ഞങ്ങൾ എല്ലാവരും ചെക്കൗട്ട് ചെയ്തു. ഓൾറെഡി കിഡ്സ് പൂൾ റിസോർട്ടിൽ നിന്ന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എല്ലാവരുടെയും എൻഡിങ് പോയിൻ്റ് വിയാനെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു 6 to 7 ജേർണി ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഞങ്ങൾ ബസ്സാണ് ട്രാൻസ്പോർട്ടേഷന് ചൂസ് ചെയ്ത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ട്രെയിനോ അല്ലെങ്കിൽ ഫ്ലൈറ്റോ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി നേരത്തെ എത്താം. പക്ഷേ നമ്മൾ എയർപോർട്ടിലോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലോ ഇറങ്ങിയതിന് ശേഷം നമ്മൾ വീണ്ടും വേറെ വെഹിക്കിൾ എടുത്താൽ മാത്രമേ നമുക്ക് ഈ ഒരു റിസോർട്ട് ഏരിയയിൽ എത്താൻ പറ്റുള്ളൂ. കാരണം അതൊരു അപ്പ് ഹിൽ ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടേക്ക് പോകാൻ വേറെ വെഹിക്കിൾ അറേഞ്ച് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡോർ ടു ഡോർ ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ബസ്സായിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്ക് നമുക്ക് ഇതുപോലത്തെ അടിപൊളി ഒരുപാട് കാഴ്ചകൾ കാണാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ടു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു അഗൈൻ. ബൈ.